ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് +2 മാത്സിലെ ചാപ്റ്റർ 5 ആയ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റിയിലെ എക്സസൈസ് 5.2ലെ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ 1 മുതൽ 4 വരെയുള്ള പ്രോബ്ലംസ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് നമുക്ക് അഞ്ചാമത്തെ പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെ ഈ പ്രോബ്ലത്തിൽ ഈ ഫംഗ്ഷൻ എന്താണ് ഡിഫറൻഷിയേറ്റ് ചെയ്യാനാണ് വിത്ത് റെസ്പെക്ട് ടു എക്സിൽ. ഇവിടുത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ നമുക്ക് കാണാം, ഒരു ഫംഗ്ഷൻ ന്യൂമറേറ്ററിലും വേറൊരു ഫംഗ്ഷൻ ഡിനോമിനേറ്ററിലുമാണ്. അങ്ങനെ ഉള്ളപ്പം നമ്മൾ അപ്ലൈ ചെയ്യുന്ന റൂളാണ് കോഷ്യൻ റൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോഷ്യൻ റൂൾ എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യമേ കോഷ്യൻ റൂൾ പഠിക്കാം. കോഷ്യൻ റൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിനോമിനേറ്ററിനെയാണ് ഡി എന്ന് വെച്ച് ഡിനോട്ട് ചെയ്തേക്കുന്നത്. ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ബൈ ഡിനോമിനേറ്ററിൻ്റെ സ്ക്വയർ. ഈ ഇക്വേഷൻ വെച്ചിട്ട് വേണം ഈ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട്. അപ്പോൾ നോക്കിക്കേ, ഡിനോമിനേറ്റർ എന്ന് പറയുമ്പോൾ താഴെയുള്ളതും ന്യൂമറേറ്റർ എന്ന് പറയുന്നത് എന്താണ്, മുകളിലുള്ളതും. അപ്പോൾ ഈ ഇക്വേഷനിലോട്ട് നമുക്കെല്ലാം ഇട്ട് കൊടുക്കാം. ഡോമിനേറ്റർ ഇൻറ്റു അപ്പോൾ എന്ത് വരും, കോസ് സി എക്സ് പ്ലസ് ഡി ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ ഇവിടെ എന്താണ്, സൈൻ എ എക്സ് പ്ലസ് ബി. ഇനി ഈ ഇക്വേഷനിൽ ഒരു മൈനസ് ഉണ്ട്. ന്യൂമറേറ്റർ ഇൻറ്റു സൈൻ എ എക്സ് പ്ലസ് ബി ഇൻറ്റു എന്താണ്, ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ എന്താണ്, കോസ് സി എക്സ് പ്ലസ് ഡി ഹോൾ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ, ഡിനോമിനേറ്ററിൻ്റെ സ്ക്വയർ. അപ്പോൾ എന്ത് വരും, ഇതിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ എന്ത് വരും, കോസ് സ്ക്വയർ സി എക്സ് പ്ലസ് ഡി എന്ന് കിട്ടി. ഓക്കെ ആണല്ലോ. ഇനി ഞാൻ നോക്കിക്കേ, ഈ ഫംഗ്ഷനെ ഒന്നും ചെയ്യേണ്ട, അതുപോലെ തന്നെ വെക്കുക. കോസ് സി എക്സ് പ്ലസ് ഡി ഇൻറ്റു ആറ് ഡെറിവേറ്റീവ് ആദ്യം എടുക്കണം. സൈൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, കോസ് എക്സിന് പകരം ഇവിടെ എന്താണ് എക്സിൻ്റെ പ്ലേസ് കിടക്കുന്നത്, എ എക്സ് പ്ലസ് ബി ഇൻറ്റു, ഇനി ഇവിടെ ഡെറിവേറ്റീവ് എല്ലാത്തിനും എടുത്തു കഴിഞ്ഞോ, ഇല്ല. ഇനി ഈ ബ്രാക്കറ്റിനകത്തുള്ളത് എടുക്കണം അല്ലേ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മൂന്നാമത്തെ പ്രോബ്ലം ചെയ്തപ്പോൾ ഇതുപോലത്തെ ഒരു പ്രോബ്ലം ചെയ്തിട്ടുണ്ടായിരുന്നു. ഡെറിവേറ്റീവ് ഓഫ് ഇവിടെ എന്താ കണ്ടുപിടിക്കേണ്ടത്, എ എക്സ് പ്ലസ് ബി അല്ലേ. അപ്പോൾ എ എക്സ് പ്ലസ് ബിയുടെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നോക്കിക്കേ, എക്സിൻ്റെ ഒപ്പമാണ് ഒരു കോൺസ്റ്റൻറ്റ് എ കിടക്കുന്നത്. അപ്പോൾ എ അവിടെ 0 ആയി പോവോ, ഇല്ല. എ അതുപോലെ തന്നെ എടുക്കുക. എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, 1 പ്ലസ്, ഇനി ബി എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്, അതിൻ്റെ ഡെറിവേറ്റീവ് എന്തായിപ്പോയി, 0. അപ്പം നമുക്ക് ആൻസർ എന്ത് വന്നു, എ ഇൻറ്റു 1 എ എന്ന് വന്നു അല്ലേ. അപ്പം നമുക്ക് ഇവിടെ എന്ത് എഴുതാം, എ എന്ന് കിട്ടി. ഇനി ഇവിടെ നോക്കിക്കേ, മൈനസ് സൈൻ എ എക്സ് പ്ലസ് ബി അതുപോലെ തന്നെ നിർത്തുക. ഇനി ഇവിടെ ആറ് ഡെറിവേറ്റീവ് എടുക്കണം, കോസിൻ്റെ ഡെറിവേറ്റീവ് എന്താ, മൈനസ് സൈൻ എക്സ് എന്ന, എക്സിന് പകരം ഇവിടെ എന്താണ്, സി എക്സ് പ്ലസ് ഡി ഇൻറ്റു, ഇനി ആറേം കൂടി ഡെറിവേറ്റീവ് എടുക്കണം, സി എക്സ് പ്ലസ് ഡി. ഇതിൻ്റെ ഡെറിവേറ്റീവ് എങ്ങനെ എടുക്കും, സി എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ആണ്, എക്സിൻ്റെ ഒപ്പമാണ് നിൽക്കുന്നത്. അപ്പോൾ ആ കോൺസ്റ്റൻ്റ് അതുപോലെ തന്നെ ഇട്ടു, അപ്പോൾ സി കിട്ടി. എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, 1. അപ്പോൾ സി ഇൻറ്റു 1 സി തന്നെ കിട്ടി. ഇനി ഡി എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻ്റ് ആണ്, കോൺസ്റ്റൻ്റ് ഡെറിവേറ്റീവ് എന്ത് കിട്ടി, 0. അപ്പോൾ ഇവിടെ എന്ത് ബാക്കി വന്നു, സി. അതായത് ഇതെങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെയാണ് ഈ സി എക്സ് പ്ലസ് ഡിയും ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ എന്ത് കിട്ടി, നമുക്ക് സി എന്ന് കിട്ടി. ഹോൾ ഡിവൈഡഡ് ബൈ ഇത് അതുപോലെ തന്നെ കോസ് സ്ക്വയർ സി എക്സ് പ്ലസ് ഡി എന്ന് കിട്ടി. ഇനി നമ്മൾ ഇതിനൊന്ന് അറേഞ്ച് ചെയ്യാൻ പോവാണേ. അറേഞ്ച് ചെയ്യുമ്പോൾ ഇവിടെ എങ്ങനെ വന്നു, എ ഞാൻ ഫ്രണ്ടിലോട്ട് ഇടുകയാണ്. അപ്പോൾ എന്ത് വന്നു, എ കോസ് സി എക്സ് പ്ലസ് ഡി ഇൻറ്റു കോസ് എ എക്സ് പ്ലസ് ബി. ഇനി ഇത് ഇവിടെ നോക്കിക്കേ, ഈ മൈനസും കൂടി ചേർന്ന് എന്തായി, പ്ലസ് ആയി. പിന്നെ ഈ ഞാൻ സി ഫ്രണ്ടിലോട്ട് ഇടാൻ പോവാണ്. സി സൈൻ എ എക്സ് പ്ലസ് ബി ഇൻറ്റു സൈൻ സി എക്സ് പ്ലസ് ഡി ഹോൾ ഡിവൈഡഡ് ബൈ താഴെയുള്ളത് അതുപോലെ തന്നെ കോസ് സ്ക്വയർ സി എക്സ് പ്ലസ് ഡി. ഇനി നോക്കിക്കേ, ഇവിടെ രണ്ടെണ്ണം ഉണ്ടല്ലേ. ഈ രണ്ടെണ്ണത്തിനും ഞാൻ ഈ ഡിനോമിനേറ്റർ സെപ്പറേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഡിനോമിനേറ്റർ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ വരും, എ കോസ് സി എക്സ് പ്ലസ് ഡി കോസ് എ എക്സ് പ്ലസ് ബി ഹോൾ ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ
സി എക്സ് പ്ലസ് ഡി, പിന്നെ ഇവിടെ നടുക്ക് പ്ലസ് സി സൈൻ എ എക്സ് പ്ലസ് ബി സൈൻ സി എക്സ് പ്ലസ് ഡി ഹോൾ ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ സി എക്സ് പ്ലസ് ഡി. ഡിനോമിനേറ്റർ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇനി നമ്മളിവിടെ കുറച്ച് അറേഞ്ച്മെൻറ്റ് ചെയ്യുകയാണ്. അറേഞ്ച്മെൻറ്റ് ചെയ്യുമ്പോൾ നോക്കിക്കേ, ഇവിടെ ഈ കോസും തമ്മിൽ ചേർത്ത് കോസ് സ്ക്വയർ എന്ന് എഴുതാൻ നമുക്ക് പറ്റത്തില്ല. കാരണം ഇവിടെ സി എക്സ് പ്ലസ് ഡി എന്നും ഇവിടെ എ എക്സ് പ്ലസ് ബി എന്നുമാണ് കിടക്കുന്നത്. അപ്പോൾ അത് നമുക്ക് സ്ക്വയർ ഇട്ട് എഴുതാനായിട്ട് പറ്റത്തില്ല. ഇനി നോക്കിക്കേ, ഇവിടെ കോസ് സി എക്സ് പ്ലസ് ഡി ഒരെണ്ണം ഉണ്ട്, ഇവിടെ നോക്കിക്കേ രണ്ടെണ്ണം ഉണ്ട്. ഇത് രണ്ടും സെയിം ആണല്ലോ. അപ്പോൾ ഇവിടുത്തെ ഒരു കോസ് എക്സ് പോയി, ഇവിടുന്നും ഒരെണ്ണം പോയി. ബാലൻസ് എന്താ വരുന്നത്? എ കോസ് എ എക്സ് പ്ലസ് ബി ഡിവൈഡഡ് ബൈ കോസ് സി എക്സ് പ്ലസ് ഡി എന്ന് ഇവിടെ കിട്ടി. പ്ലസ് ഇനി ഇവിടെ നോക്കിക്കേ, ഇപ്പുറത്ത് നോക്കുമ്പോൾ ഒന്നും വെട്ടിക്കളയാൻ പറ്റത്തില്ല, കാരണം മുകളിൽ സൈനും താഴെ കോസുമാണ്. അപ്പം ഞാൻ ഇതിനെ ഒന്ന് വേറൊരു രീതിയിൽ എഴുതാൻ പോവാണ്. സി സൈൻ എ എക്സ് പ്ലസ് ബി ഇൻറ്റു സൈൻ സി എക്സ് പ്ലസ് ഡി ഡിവൈഡഡ് ബൈ ഇവിടെ കോസ് സ്ക്വയർ എന്നല്ലേ, അപ്പം ഞാൻ രണ്ട് കോസായിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ പോവാം കേട്ടോ. അപ്പോൾ കോസ് സി എക്സ് പ്ലസ് ഡി ഇൻറ്റു കോസ് സി എക്സ് പ്ലസ് ഡി, രണ്ടിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. ഇനി നോക്കിക്കേ, ഇവിടെ എ ഉണ്ട്, ഇത് തമ്മിൽ ക്യാൻസൽ ചെയ്യാനൊന്നും പറ്റത്തില്ല. നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ഇവിടെ എ എക്സ് പ്ലസ് ബിയും ഇവിടെ സി എക്സ് പ്ലസ് ഡിയും ആണ്, അതുകൊണ്ട് ക്യാൻസൽ ചെയ്യാൻ പറ്റത്തില്ല. ഇനി ന്യൂമറേറ്ററിലുള്ളതിനെ ഞാൻ അതുപോലെ തന്നെ എഴുതി. ഇനി ഇവിടെ നോക്കിക്കേ, ഇത് ഇത്രയും ഞാൻ എഴുതി ഒരു സെറ്റായിട്ട്. ഇനി ബാക്കി എന്താ വരുന്നത്? 1 ഈ ഡിനോമിനേറ്റർ അല്ലേ. ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട് 1 കോസ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? 1 കോസ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? സീക്ക് എക്സ് ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ 1 കോസ് സി എക്സ് പ്ലസ് ഡിനെ നമുക്ക് എങ്ങനെ എഴുതാം? സീക്ക് സി എക്സ് പ്ലസ് ഡി എന്ന് എഴുതാം ആണല്ലോ. പ്ലസ് ഇനി ഇത് ഇവിടെ നോക്കിക്കേ, സി അതുപോലെ തന്നെ എഴുതി. ഇനി എനിക്കിപ്പോൾ ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, കാരണം എന്താണ്? ഇവിടെ സൈനും ഇവിടെ കോസ്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്യുകയാണ്. ഈ സൈൻ എ എക്സ് പ്ലസ് ബി അതുപോലെ തന്നെ എഴുതാൻ പോവാം. സൈൻ എ എക്സ് പ്ലസ് ബി അതുപോലെ തന്നെ എഴുതി. ഇനി ഇതേ നോക്കിക്കേ, ഇവിടെ ഒരു സൈനും ഉണ്ട്, ഇവിടെ ഒരു കോസും ഉണ്ട്. ഇതിൻ്റെ ബ്രാക്കറ്റ് അകത്ത് ഉള്ളതും സെയിം തന്നെയാണ്. അപ്പം നമുക്കറിയാം സൈൻ ബൈ കോസ് എന്താണ്? ടാൻ ആണ് അല്ലേ. അപ്പം അത് രണ്ടും കൂടി ചേർത്ത് നമുക്ക് എങ്ങനെ എഴുതാം? ടാൻ രണ്ടിൻ്റെയും ബ്രാക്കറ്റിനകത്തുള്ള സെയിമാണ്. അപ്പം എങ്ങനെ എഴുതാം? സി എക്സ് പ്ലസ് ഡി ഇൻറ്റു ഇത് എഴുതി, ഇത് എഴുതി, ഇതും എഴുതി, ഇതും എഴുതി. ഇത് രണ്ടും കൂടി ചേർത്തിട്ടാണ് നമ്മൾ ടാൻ എന്ന് എഴുതിയത്. ഇനി ബാലൻസ് എന്താ ഉള്ളത്? 1 ഈ കോസ് അല്ലേ. 1 കോസ് എന്താണ്? സീക്കാണ്. അപ്പം അതിന് നമുക്ക് എങ്ങനെ എഴുതാം? സീക്ക് ഇവിടെ എക്സിന് പകരം എന്താ കിടക്കുന്നത്? സി എക്സ് പ്ലസ് ഡി. അപ്പം ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും, അതായത് ഫ്രാക്ഷൻ്റെ മോഡലിലാണ്. അപ്പോൾ നമ്മൾ എന്ത് അപ്ലൈ ചെയ്യണം? കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യണം. കോഷ്യൻ റൂൾ എല്ലാം അപ്ലൈ ചെയ്ത് ഒന്ന് അറേഞ്ച് ചെയ്ത് വരുമ്പോൾ കിട്ടുന്ന ആൻസറാണ് ഇത്.